നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് പ്രതികളുടെ പ്രായവും കുടുംബസ്ഥിതിയും കൂടി പരിഗണിച്ച്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്ത് കൂട്ടബലാത്സംഗ കേസിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം സെൻസേഷണൽ കേസെന്ന് കോടതി പറഞ്ഞെങ്കിലും അത് വിധിയെ ബാധിക്കില്ലെന്നും ജഡ്ജി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി. പ്രതികൾക്ക് 20 വർഷത്തെ തടവ് ശിക്ഷയും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ. കോളിളക്കമുണ്ടായ കേസാണിതെന്ന് കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ അന്തസ്സിനെ ഹീനമായി ഹനിക്കുന്ന ക്രൂരകൃത്യമാണ് പ്രതികൾ നടത്തിയതെന്നും കോടതി വിധിച്ചു. ശിക്ഷയിൽ മേലുള്ള വാദം പൂർത്തിയാക്കിയ ശേഷമാണ് ജഡ്ജി ഹണിയം വർഗീസ് വിധി പറഞ്ഞത്. പ്രതികളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനും കോടതി നിർദ്ദേശിച്ചു. കേസിലെ നിർണായക തെളിവായ പെൻഡ്രൈവ് അന്വേഷണ ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ സൂക്ഷിക്കണമെന്നും കോടതി വ്യക്തമാക്കി. പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളി. എല്ലാ പ്രതികളിൽ നിന്നും 50,000 രൂപ വീതം പിഴ ഈടാക്കും. കൂടാതെ 5 ലക്ഷം രൂപ ഇരയ്ക്ക് നൽകണമെന്നും കോടതി പറഞ്ഞു. 1 മുതൽ 6 വരെ പ്രതികൾക്ക് 376D വകുപ്പ് പ്രകാരമാണ് 20 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എല്ലാ ശിക്ഷയും ഒരേ സമയം അനുഭവിച്ചാൽ മതിയെന്ന് കോടതി വ്യക്തമാക്കി. നേരത്തെ തടവിൽ കിടന്ന കാലപരിധി ശിക്ഷയിൽ ഇളവ് ചെയ്യും. ഇതനുസരിച്ച് പൾസർ സുനി ആദ്യം ജയിൽ മോചിതനാകും. ലൈംഗിക അതിക്രമം നടത്തിയത് 1-ാം പ്രതി പൾസർ സുനി മാത്രമെന്ന് കോടതി വ്യക്തമാക്കി. 2 മുതൽ 6 വരെയുള്ള പ്രതികൾ 1-ാം പ്രതിയെ സഹായിച്ചു. ഗൂഢാലോചനയിൽ മറ്റു പ്രതികളുടെ പങ്ക് വ്യക്തമാണ്. മറ്റു പ്രതികളെ കേസിലേക്ക് കൊണ്ടുവന്നത് 1-ാം പ്രതിയെന്നും കോടതി വ്യക്തമാക്കി. 2-ാം പ്രതി മാർട്ടിൻ വിധി പ്രസ്താവം കേട്ടതോടെ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. ശിക്ഷ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരഞ്ഞത്. 2-ാം പ്രതി മാർട്ടിന് 13.5 വർഷം കൂടി തടവിൽ കഴിയേണ്ടി വരും. ബാക്കിയുള്ള 4 പ്രതികൾക്ക് 15 വർഷം കൂടി തടവിൽ കഴിയേണ്ടി വരും. അതേസമയം അപ്പീൽ പോകുമെന്ന് നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി. നേരത്തെ 6 പ്രതികൾക്കും ജീവപര്യന്ത ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. സുനി മാത്രമല്ലേ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. യഥാർത്ഥ പ്രതി മറഞ്ഞിരിക്കുകയാണെന്നും കുറ്റം ചെയ്തത് എല്ലാവരും ചേർന്നാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അനാവശ്യ വിവാദങ്ങൾ തുടക്കം മുതൽ സൃഷ്ടിച്ചെന്നും തന്റെ ഭൂതകാലം തിരയേണ്ടവർ തിരഞ്ഞോളുമെന്നും ജഡ്ജി ഹണിയം വർഗീസ് വാദത്തിനിടെ പറഞ്ഞിരുന്നു. പ്രതികളായ മാർട്ടിനും പ്രദീപും വാദത്തിനിടെ പൊട്ടിക്കരഞ്ഞു. 1-ാം പ്രതി പൾസർ സുനി എന്ന സുനിൽ NS, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി ബി മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി വടിവാൾ സലീം എന്ന H സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവരാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. പൾസർ സുനി 7.5 വർഷം റിമാൻഡ് തടവുകാരനായിരുന്നു. മറ്റു പ്രതികളും 5 വർഷത്തോളം തടവിൽ കഴിഞ്ഞിരുന്നു. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ കേസ് പരിഗണിച്ച കോടതി ശിക്ഷയിന്മേൽ 2 മണിക്കൂർ വാദം കേട്ടിരുന്നു. 8 വർഷം നീണ്ട സമാനതകളില്ലാത്ത നിയമ പോരാട്ടത്തിനാണ് ശിക്ഷാവിധിയോടെ വിചാരണ കോടതിയിൽ പരിസമാപ്തി കുറിക്കുന്നത്. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ അതിക്രമിച്ചു കയറി യുവനടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 2017 ഫെബ്രുവരി 17-നാണ് കൊച്ചിയിൽ വെച്ച് യുവനടി ആക്രമിക്കപ്പെടുന്നത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവൈരാഗ്യം മൂലം നടൻ ദിലീപ് മുഖ്യപ്രതി പൾസർ സുനിക്ക് ആക്രമണത്തിനുള്ള കൊട്ടേഷൻ നൽകിയായിരുന്നുവെന്നായിരുന്നു പോലീസ് വാദം. എന്നാൽ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്ന് ചൂണ്ടിക്കാട്ടി ദിലീപ് അടക്കമുള്ള പ്രതികളെ കോടതി വെറുതെ വിടുകയായിരുന്നു.